Hey guys, welcome back to my channel. So this is episode 5 of our Thailand Tales, and in this vlog we'll be exploring the floating market in Thailand. നമ്മൾ കയറിയപ്പോൾ തന്നെ വി സോ എ മാൻ ഹോൾഡിങ് എ സ്നേക്ക് അറൗണ്ട് ഹിസ് നെക്ക്. അപ്പോൾ ഇയാൾ ഈ സ്നേക്ക് വിസിറ്റേഴ്സിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുമായിരുന്നു. അതും ഒരു ചെറിയ ബിസിനസ്സായിട്ട് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കയറിയപ്പോൾ തന്നെ നമുക്ക് കുടിക്കാനും വെള്ളം അതേപോലെ കഴിക്കാനായിട്ട് ബനാനാസ് ഉണ്ടായിരുന്നു. ആ ഒരു വെയിറ്റിംഗ് ടൈമിൽ നമുക്ക് സീറ്റഡ് ആയിട്ടിരിക്കുക, നല്ലൊരു സീറ്റിംഗ് സെറ്റപ്പ് ഉണ്ട് അവിടെ. ദെൻ വെയിറ്റിംഗ് ടൈം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ബോട്ട് കിട്ടി. അപ്പോൾ നമ്മളെല്ലാവരും ബോട്ടിൽ കയറി വി സ്റ്റാർട്ടഡ് ആ ബോട്ട് ജേർണി. അവിടെ നിന്നാണ് മാർക്കറ്റുകൾ തുടങ്ങുന്ന ഫസ്റ്റ് കട. കുറേ ബാഗും സംഭവങ്ങളൊക്കെ. ബോട്ടിൻ്റെ മോട്ടറാന്ന് തോന്നുന്നു വെള്ളത്തിൽ കടകൾ. അതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ പ്രത്യേകത. അതിൻ്റെ ഇടയിൽ ഇതെന്താ വീട്, അങ്ങനെ എന്താ സാധനം, എന്തോ ഒരു കട തന്നെയാണ്. ഓരോ കടകളിൽ ഇങ്ങനെ ആൾക്കാർ നിൽക്കുന്നുണ്ടാവും, ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട്. അവരുടെ സാധനങ്ങൾ, അവർ വിൽക്കുന്ന സാധനങ്ങൾ കുറിച്ചിട്ട് ഇത് വാങ്ങിക്കുക അത് വാങ്ങിക്കുക, എത്ര വിലയ്ക്ക് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ടാവും. അതും രണ്ട് സൈഡിൽ നിന്നും ഉണ്ട്, അപ്പുറത്തും ഉണ്ട് ഇപ്പുറത്തും ഉണ്ട്. മാർക്കറ്റ്സ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇങ്ങനത്തെ ഐറ്റംസ് മാത്രമൊന്നുമല്ല, ഫുഡ് ഐറ്റംസ് ഇൻക്ലൂഡഡ് ആണ്. നമ്മളിങ്ങനെ ബോട്ട് റൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബോട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ സൈഡാക്കുക ഓരോ സ്ഥലത്ത് നമ്മളുകൊണ്ട് ഇങ്ങനെ വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ കയ്യിൽ മെനു ഒക്കെ തന്ന് നമ്മൾ അതിൻ്റെ പ്രൈസൊക്കെ നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി എക്സ്പെൻസീവാണ് ഇവിടെ. അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും വാങ്ങിച്ചില്ല ഈ മാർക്കറ്റിൽ നിന്ന്. ബട്ട് വി വർ ജസ്റ്റ് എൻജോയിങ് ദ വ്യൂ ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. പിന്നെ ഇതിൽ ഡൈനിങ് റെസ്റ്റോറൻറ്റ്സും ഉണ്ട് കേട്ടോ. ബോട്ട് സൈഡാക്കി നമുക്ക് ബോട്ടിൽ നിന്ന് ഇറങ്ങി ആ റെസ്റ്റോറൻറ്റിൽ കയറി ഓർഡർ ചെയ്ത് ഫുഡ് അവിടെ ഇരുന്ന് കഴിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ ബോട്ട് ജേർണി കണ്ടിന്യൂ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. പുതിയ കാഴ്ചയാണ് ബോട്ടിൽ കടകളായിട്ടാണ്. മറ്റേത് നമ്മൾ കണ്ടതും കരയിൽ ഒരു സൈഡിൽ കടയിട്ട് നടത്തുന്നുണ്ടല്ലേ. ഇപ്പോൾ ഇതാ ബോട്ട് സ്പൈഡർമാൻ വേഷത്തിൽ കണ്ടാ. നേരത്തെ നമ്മൾ കണ്ട സ്പൈഡറിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങോട്ടും തിരിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു പ്രത്യേക കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആൾക്കാരുടെ കയ്യിൽ ഇങ്ങനത്തെ ചെറിയ പെറ്റ്സ് ഉണ്ടാവും. ഇവിടെ മെയിൻലി കണ്ട പെറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ബേബി ആയിട്ടുള്ള ലെമറും പിന്നെ അതേപോലെ പാമ്പുകളും. അപ്പോൾ ഇങ്ങനെ ഓരോ സൈഡിൽ അവരങ്ങനെ ഈ പെറ്റ്സിനൊക്കെ കയ്യിൽ വെച്ചിട്ട് ഇരിക്കുന്നുണ്ടാവും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബോട്ടിങ് ചെയ്യുമ്പം ജസ്റ്റ് റാൻഡംലി കടകളൊന്നും ഇല്ലാത്തൊരു സ്പേസ് ഉണ്ടായിരുന്നു. അതിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ സൈഡിൽ കൂടെ തന്നെ വേറൊരു പാമ്പ് നീന്തി പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ ബലമായൊരു സംശയം ഇങ്ങനത്തെ ഒരു മാർക്കറ്റിൽ നിന്ന് അത് എങ്ങനെയെങ്കിലും ചാടി പോകുന്നതായിരിക്കും. അത് നല്ലൊരു കാഴ്ചയായിരുന്നു, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്നാണ് കണ്ടത്. നിങ്ങളൊക്കെ റോഡിലല്ലേ സാധാരണ ട്രാഫിക് കണ്ടിട്ടുള്ളത്, പക്ഷെ വെള്ളത്തിലുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഓരോ ട്രാഫിക്. എത്ര ബോട്ടുകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പോകുന്നതെന്ന് അറിയോ, അത്രമാത്രം ടൂറിസ്റ്റ് ഉണ്ട് ഇവിടെ. എത്ര ബുദ്ധൻ്റെ സ്റ്റാച്ചുകളാണ്. പുറത്തും ഏകദേശം അതേപോലത്തെ ടൈപ്പ് ഡെക്കോർ ഐറ്റംസ് ആണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ ഒരുവിധം എല്ലാ മാർക്കറ്റിൻ്റെ സൈഡിലോ ഫ്രണ്ടിലോ ആയിട്ട് ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ നോട്ടീസ് ചെയ്തു. മിക്ക മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലും ഉണ്ട്. നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഭയങ്കര കോമഡിയായിരുന്നു.
അത് അവിടെ ഒരു കട സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയാണ് ഫ്രണ്ടിലിരുന്നായിരുന്നത്. അമ്മേനെ ആള് പിടിച്ച് പുറത്താക്കാൻ നോക്കുമ്പോൾ ഞാനൊന്നും ഷോപ്പ് ചെയ്യണില്ല അവിടെ നിന്നും. എന്നിട്ട് ആള് ബോട്ട് കഴിഞ്ഞു ഇങ്ങനെ പുറത്തേക്ക് പോകാന്നൊക്കെ പറഞ്ഞ് ഒരു ഇത് എങ്ങനെയൊക്കെയോ പുറത്തേക്ക് കൊണ്ടുവന്ന്. എനിവേസ്, floating market is done, guys. Now we are done exploring the floating market, and now we are going to the Swarnabhumi International Airport in Bangkok. We are taking a flight to Krabi. പിന്നെ നമുക്ക് ഫുക്കറ്റിൽ ടൈഗർ പാർക്കിലേക്ക് പോകാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. സോ യു ക്യാൻ സീ അച്ചാസ് എക്സൈറ്റ്മെന്റ്. ഇതും പിന്നെ അപ്പോഴും ഉള്ള വീഡിയോസ് So we'll be having 2 island days in Krabi, and those are the most beautiful days in my life. So stay tuned, and thank you for watching.